പിശാചിനെതിരെ യുദ്ധം ചെയ്യുവാൻ യേശുവിൻ്റെ സഹായം ഉള്ള ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. കല്ലറകളിൽ വസിച്ചിരുന്ന, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന പിശാച് ബാധിതനായവനെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. 3 ധ്യാന ചിന്തകളാണ്. 1, കല്ലറകളിൽ വസിച്ചവൻ്റെ സത്യം. കല്ലറകളിൽ വസിക്കുന്ന ജീവനുള്ള ഒരുവൻ, കല്ലറകളിൽ വസിക്കുന്ന ഉറങ്ങുന്നവർക്ക് മുകളിൽ അവൻ്റെ ജീവനിൽ വസിക്കുന്ന തിന്മയുടെ ജീവനെ കീഴ്പ്പെടുത്തുവോളം അവൻ ജീവിക്കുന്ന കല്ലറയ്ക്ക് സമാനമായിരുന്നു. നമ്മൾ പ്രത്യാശാപ്രാവുകളാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. കല്ലറകളിൽ ഉറങ്ങുന്നവരെ കാത്തിരിക്കുന്ന ജീവനിലാണ് കല്ലറകളുടെ ജീവൻ. കല്ലറയിലെ ജീവൻ നമുക്കായി ശൂന്യമായ കല്ലറ കരുതിയ ക്രിസ്തുവിലാണ്. അവനിവിടെയില്ല, ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന് വിളിച്ചോതിയ മാലാഖയാണ് കല്ലറയുടെ സംഗീതം നമുക്ക് നൽകിയത്. ഇവൻ കല്ലറകളിൽ വസിക്കുവാൻ കാരണം നീ കല്ലറകളിൽ വസിക്കേണ്ടവനല്ല എന്ന ക്രിസ്തുവിൻ്റെ ജീവിത സാക്ഷ്യത്തിന് നിദാനം ആയിരിക്കണം. 2, യേശു കല്ലറയിൽ നിന്നും മോചിപ്പിച്ച ആത്മാവും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച ആത്മാവും. ക്രിസ്തുവിൻ്റെ ശക്തിയുടെയും അത്ഭുതത്തിൻ്റെയും വെളിപാടനുഭവമാണ് ഇത്. കല്ലറയിലെ സ്വാതന്ത്ര്യം ക്രിസ്തു സ്വയം ജീവിക്കുവാനിരിക്കുന്ന ഉത്ഥാനത്തിൻ്റെ അടയാളമെന്നോണമാണ് സംഭവിച്ചത്. തൻ്റെ പരസ്യ ജീവിത ആരംഭത്തിൽ കർത്താവ് പ്രഖ്യാപിച്ച യെശയ്യാ പ്രവചനത്തിൻ്റെ അന്വർത്ഥമായ അനുഭവമാണ് ഈ അത്ഭുതം. ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു എന്ന്. യേശുനാഥൻ കല്ലറയിൽ നിന്നും മോചിപ്പിച്ചത് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമുള്ള ദൈവ സൃഷ്ടിയായ മനുഷ്യനെയായിരുന്നു. അവിടെ തന്നെ കർത്താവായ യേശുനാഥൻ ബന്ധിച്ചത് നിത്യനാശത്തിൻ്റെ നരകത്തിൻ്റെ അധിപനായ പിശാചിനെയും. 3, ബന്ധിതനായവനിൽ ക്രിസ്തുവിനുണ്ടായ വികാരം. രക്ഷകന്റെ മഹത്വമേറിയ അനുകമ്പയും നിത്യതയുടെ നിത്യസത്യത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയുടെ അനാവരണവുമാണ് ക്രിസ്തുവിന് അവനിൽ ഉണ്ടായ ഏറ്റവും വലിയ വികാരം. അവനിൽ ആവസിച്ചിരുന്ന ലഗിയോൺ എന്ന ഘോര പൈശാചിക ബന്ധനത്തിന്മേലുള്ള കഠിനമായ ദണ്ഡനവും നിസ്സഹായനായ പിശാച് ബാധിച്ചവൻ്റെ അവസ്ഥയിലുള്ള വ്യവസ്ഥകളില്ലാത്ത ക്രിസ്തു ഇടപെടലുമാണ് ഇവിടെ. വിലയുള്ളവനിലെ വിലകെട്ടതിനെ വിലകെട്ട പന്നികളിലേക്ക് ആട്ടിപ്പായിച്ച് കർത്താവ് പിശാച് ബാധിതനെ സൗഖ്യപ്പെടുത്തുന്നു. ശേഷം ജനം അവനെ സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് കണ്ടു എന്നാണ് വചനം പറയുന്നത്. തിന്മയുടെ പിശാചിൻ്റെ ബോധമില്ലാത്ത അവസ്ഥയുടെ പരിസമാപ്തിയെക്കുറിച്ചുള്ള പ്രവചനം എന്നോണമാണ് കിഴക്കാം തൂക്കായ മലയിടുക്കിൽ നിന്നും കടലിലേക്ക് ചാടിച്ചെത്ത പന്നിക്കൂട്ടം. നമ്മിലെ തിന്മയെ നശിപ്പിക്കുവാൻ അധികാരമുള്ളവൻ്റെ മുന്നിൽ നിത്യം നിന്നുകൊടുക്കുവാൻ നമുക്കാകണം. നമ്മുടെ ജീവനെ നേടുവാൻ ഉത്ഥിതൻ്റെ നിറവും ശൂന്യമായ കല്ലറയുടെ സത്യവും നമുക്ക് ധ്യാനിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം, യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ തിരുരക്തം നിങ്ങളിൽ നിറയട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, യേശുവിൻ്റെ
അടിമച്ചങ്ങല അഴിയട്ടെ. യേശുവിൻ്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങല അഴിയട്ടെ. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. സാത്താനേ, നീ നിത്യനരകത്തിൽ പോകൂ. ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേതു മാത്രം. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. ഈശോയേ, മരണത്തെ ജയിച്ചവനേ, കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. അത്ഭുതമായ വിടുതൽ, തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനം